ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. വളരെ ഗൗരവമുള്ള വാക്കുകളാണ്. ഓരോരുത്തരും ആലോചിക്കുവാൻ വേണ്ടി ആശയമുണ്ട്. ആർക്കാണോ വയസ്സ് കൂടി പോകുന്നത് അവൻ്റെ അവസ്ഥ തങ്കീസ്, അതായത് ആരോഹണക്രമത്തിൽ നിന്നും അവരോഹണക്രമത്തിലേക്ക് അവൻ്റെ ഹെൽത്തും അവൻ്റെ ശരീരപ്രകൃതിയും മാറിക്കൊണ്ടിരിക്കും. അഫലായ യഅഖിലൂൻ, അവരത് മനസ്സിലാക്കുന്നില്ലേ എന്ന് ഖുർആൻ നമ്മോട് പറയുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്ന ഒന്ന്, വാർദ്ധക്യ സഹജമായിട്ട് മനുഷ്യനിലുണ്ടാവുന്ന കുറവുകൾ. ഇതിനെ അള്ളാഹുവിൻ്റെ റസൂല് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ദുആ ഓതുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറം. അള്ളാഹുവേ, ഹറം എന്ന് പറഞ്ഞാൽ ഏജിയിങ്, വാർദ്ധക്യ സഹജമായ രോഗമെന്നല്ല, അതൊരു കുറവെന്നാണ്, പക്ഷെ അത് രോഗം പോലെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറം, അള്ളാഹുവേ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തൊട്ട്, കുറവുകളെ തൊട്ട് നീ എന്നെ കാക്ക് എന്ന് ദുആ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഒരുപാടാണ്. ഒരുപാട് രോഗങ്ങളും ഒരുപാട് കുറവുകളുമാണ്. കിതാബുകളിലും ഇന്ന് സയൻസ് പറയുന്നുണ്ട് വയസ്സ് കൂടുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ പവർ സ്റ്റോപ്പാവും അല്ലെങ്കിൽ കുറയും, സെല്ലുലാർ ഗ്രോത്ത് കുറയും, കണ്ണിൻ്റെ കാഴ്ച, കാതിൻ്റെ കേൾവി ഇതൊക്കെ കുറയും. പക്ഷെ ഇവയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല കൊടുത്തിരുന്ന ഒരു മുഅ്ജിസാത്താണ്. ഒതീതു ജവാമിഉൽ കലിം, ഒരു ചെറിയ വാക്കുകൊണ്ട് വലിയ കാര്യസാധ്യത അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തിരുന്നു. അള്ളാഹുവേ, വാർദ്ധക്യ സഹജമായ എൻ്റെ കുറവുകളെ തൊട്ട് നീ എന്നെ കാക്കുന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ള ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറം. അറബി ഭാഷയിലും ഒരുപാട് കുറവുകളെ കുറിച്ച് പറയുന്നു. സിത്തത്തുൻ തലാഹിഖുനാ ഇൻദൽ കിബർ, വയസ്സാവുമ്പോൾ 6 കാര്യങ്ങളുണ്ടാവും. താസുറുൽ മശീഇ കഹാലത്തുസ് സുഗ്ർ, ചെറുതായിരിക്കുമ്പോൾ നടക്കാൻ, 1 വയസ്സിൽ നടക്കാൻ ബുദ്ധിമുട്ടിയതുപോലെ ബുദ്ധിമുട്ടി നടക്കേണ്ടി വരും. വഖില്ലത്തുസ് സമഈ വഖില്ലത്തുൽ ബസർ, കേൾവി നഷ്ടപ്പെടും, കാഴ്ച നഷ്ടപ്പെടും. വഖില്ലത്തുൽ അക്ലി ലസ്സാതു ഹദർ, ആഹാരം ഒരുപാടുണ്ടെങ്കിലും തിന്നാൻ സാധിക്കാതെ വരും. വന്നൗമു ബൈനന്നാസി മിൻ ഗൈരി സഹറിൻ, രാത്രി എത്ര ഉറങ്ങിയാലും പകല് എവിടെയെങ്കിലും പോയിരുന്ന് കണ്ണു തൂങ്ങുന്ന അവസ്ഥ. കദറത്തു നിസ്യാനി അദ്ഹാവ അമർ, ഇതിനെല്ലാം മോശമായ അവസ്ഥ, എല്ലാം മറന്നു പോകും. മക്കൾ ആഹാരം കൊടുത്താൽ തന്നില്ല എന്ന് പറയും, കൊടുത്തതിനെ ഇല്ല എന്ന് പറയും, വന്നതിനെ ഇല്ല എന്ന് പറയും. ഇങ്ങനെ വളരെ മോശമായ അവസ്ഥ. അതുകൊണ്ടാണ് മാതാപിതാക്കൾ, വയസ്സായ ആളുകൾ അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. അവർ അങ്ങനെ ഒരു കുറവിന് അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. വേറെ ചില കിതാബുകളിൽ അവർക്ക് അശ്ലീലങ്ങൾ പറയുന്ന സ്വഭാവം, അശ്ലീലങ്ങൾ ചെയ്യുക, അശ്ലീലങ്ങൾ പറയുക, ഇരിക്കേണ്ടടുത്ത് ഇരിക്കാതിരിക്കുക, പെടുക്കേണ്ടടുത്ത് പെടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് കാവൽ തേടിയ ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറം. അള്ളാഹുവേ, വാർദ്ധക്യ സഹജമായ കുറവുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കുന്നു. ഇത് വലിയ വലിയ ആളുകൾക്ക് സംഭവിക്കാം, അതൊരു കുറവല്ല, പക്ഷെ അത് വാർദ്ധക്യത്തിൽ സംഭവിക്കുന്നതാണ്. ഈ ദുആ സഹോദരങ്ങളെ, ചെറിയ ദുആ നിങ്ങൾക്ക് അത്തഹിയാത്ത്, ചില സമയത്ത് അത്തഹിയാത്തിൽ ഓതാം, അവസാനമായിട്ട് മസ്ജിദിൽ കഴിഞ്ഞ ശേഷം ഓതാം, സുജൂദിൽ ഓതാം, തഹജ്ജുദിൽ ഓതാം. പള്ളികളിൽ ചില സമയത്ത് നമസ്കരിക്കുമ്പോൾ നമ്മൾ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞു, ഇമാം സലാം വീട്ടുന്നില്ല, ആ ഗേപ്പുകളിൽ ഓതാം. ചെറിയ ദുആ, വലിയ ആശയം. വല്ലാഹി പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഏതെങ്കിലും വിഷയത്തെ അള്ളാഹുവേ നീ എന്നെ കാക്കണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഗുരുതരമായ വിഷയമാണ്. അതിലൊന്നാണ് അല്ലാഹുമ്മ ഇന്നി അഊദു. ആലിമീങ്ങൾക്ക് സംഭവിക്കാം, ഔലിയാക്കൾക്ക് സംഭവിക്കാം, മാതാപിതാക്കൾക്ക് സംഭവിക്കാം. അള്ളാഹുവിനോടുള്ള ആത്മീയ ചികിത്സയാണ് ഈ ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറം. എല്ലാ സ്ഥലത്തും ഓതാവുന്ന ഈ ദുആ പഠിക്കുക, പഠിച്ചിട്ട് റബ്ബിനോട് ചോദിക്കുക. ചോദിച്ചാൽ തരുന്നവനാണ് റബ്ബ്. അള്ളാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.